അടുക്കള ആവശ്യത്തിനുള്ള ഇഞ്ചി വാങ്ങണമെങ്കിൽ ഇനി 2 വട്ടം ചിന്തിക്കണം. ഇഞ്ചി വാങ്ങിയാൽ പോക്കറ്റ് കീറുമെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇഞ്ചിയുടെ വില വിപണിയിൽ സർവകാല റെക്കോർഡിലേക്കാണ് കുതിച്ചുയരുന്നത്. ചില്ലറ വിപണിയിൽ ഇഞ്ചിയുടെ ഇന്നത്തെ വില കിലോഗ്രാമിന് 300 രൂപ പിന്നിട്ടപ്പോൾ മൊത്ത വിപണിയിൽ 280 രൂപയായി. കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനവും മാരകമായ അഴുകൽ രോഗബാധയും കാരണം ഉൽപാദനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 75% കുറഞ്ഞതാണ് വിപണിയിലെ ഈ അപ്രതീക്ഷിത വിലക്കയറ്റത്തിന് കാരണം. സാധാരണയായി 1 ടൺ ഇഞ്ചി ലഭിക്കേണ്ടിയിരുന്ന തോട്ടങ്ങളിൽ നിന്ന് ഇപ്പോൾ കർഷകർക്ക് 250 കിലോഗ്രാം മാത്രമാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതിനാൽ ഉയർന്ന വിലയുടെ യഥാർത്ഥ നേട്ടം കർഷകരിലേക്ക് എത്തുന്നതുമില്ല. നിലവിൽ 60 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് ഇഞ്ചിക്ക് 8500 രൂപ മുതൽ 11,000 രൂപ വരെയാണ് വിപണി നിരക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു ചാക്കിന് വെറും 1500 മുതൽ 2000 രൂപ വരെ മാത്രമായിരുന്നു വിലയെന്നത് കണക്കിലെടുക്കുമ്പോഴാണ് ഇപ്പോഴത്തെ വർധനവിന്റെ ആഴം വ്യക്തമാക്കുന്നത്. പുതിയ മുള ഇഞ്ചിക്ക് ചാക്കിന് 5000 രൂപയാണ് വില. വർദ്ധിച്ചു വരുന്ന കൃഷിച്ചെലവിന് പുറമെ പൈറിക്കുലേറിയ പോലുള്ള കുമിൾ രോഗബാധയാണ് കർഷകരുടെ നട്ടെല്ലൊടിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ആയിരക്കണക്കിന് ഏക്കർ കൃഷിയാണ് രോഗബാധയെ തുടർന്ന് നശിച്ചു പോയത്. ഇഞ്ചി പ്രധാനമായും എത്തുന്ന കർണാടകയിലും വിളവെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വ്യാപകമായി അഴുകൽ രോഗം ബാധിച്ചിരുന്നു. കനത്ത നഷ്ടം നേരിട്ടതോടെ നിരവധി കർഷകർ ഇഞ്ചി കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇഞ്ചി വില കുതിച്ചുയർന്നതോടെ ഹോട്ടൽ വ്യാപാരികളും പ്രതിസന്ധിയിലാവുകയും അവർ ഇഞ്ചിക്ക് പകരം വിപണിയിലെ റെഡിമെയ്ഡ് ഇഞ്ചി പേസ്റ്റുകളിലേക്ക് ചുവടുമാറ്റുകയും ചെയ്തു. നാടൻ ഇഞ്ചിയുടെ ദൗർബല്യവും വിലക്കയറ്റവും മുതലാക്കി വിപണി പിടിച്ചെടുക്കാൻ ഗുണനിലവാരം കുറഞ്ഞ ചൈനീസ് ഇഞ്ചിയും ഇപ്പോൾ വ്യാപകമായി വിപണിയിലെത്തുന്നുണ്ട്. സാധാരണ ഇഞ്ചിയേക്കാൾ വലിപ്പം കൂടുതലുള്ള ഇവയിൽ ജലാംശം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാടൻ ഇഞ്ചിയുടെ എരിവോ രുചിയോ ഔഷധ ഗുണമോ ചൈനീസ് ഇഞ്ചിക്കില്ലെന്ന് മാത്രമല്ല, വാങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ചീഞ്ഞഴുകി പോവുകയും ചെയ്യും. രോഗബാധയും ഉൽപാദനക്കുറവും കാരണം നാടൻ ഇഞ്ചി കർഷകർ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന ഈ സാഹചര്യത്തിൽ ചൈനയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം ഇഞ്ചികൾ കൂടിയ വിലയ്ക്ക് വിറ്റ് കച്ചവടക്കാർ കൊള്ള ലാഭം കൊയ്യുകയാണ്. ഫലത്തിൽ ഉൽപാദന തകർച്ചയിൽ കർഷകർ തകരുമ്പോൾ വിപണിയിലെ കൊള്ള ലാഭത്തിന്റെ നേട്ടം മുഴുവൻ ഇടനിലക്കാരായ കച്ചവടക്കാർക്ക് മാത്രമായി മാറുകയാണ്.